ഈ കുഞ്ഞിനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു തമ്പുരാനെ, ഈ കുഞ്ഞിനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു പടച്ചവനെ. അല്ലാ, ഈ കുഞ്ഞിനെ എനിക്ക് നീ തിരിച്ചു തരണേ അല്ലാ. ഭാര്യയുടെ വയറ്റില് കൈവച്ചിട്ടാ ഭർത്താവ് പറയുകയാണ്, ഭാര്യയോട് സലാം പറഞ്ഞിറങ്ങി പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ദിവസങ്ങൾ കഴിഞ്ഞു. ഈ മനുഷ്യൻ തിരിച്ചു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. ആ മനുഷ്യൻ തിരിച്ചു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെട്ടു. അല്ലാഹുവേ, മയ്യത്ത് കുളിപ്പിച്ചു കൊണ്ടുപോയി കബറടക്കുകയാ. അങ്ങനെ കബറടക്കിയിട്ട് എല്ലാവരും പിരിഞ്ഞുപോയി. കുറച്ചു സമയം കഴിയുമ്പോ പള്ളിക്കാട്ടിലൊരു വെളിച്ചം കാണുകയാണ്, പള്ളിക്കാട്ടിലൊരു പ്രകാശം കാണുകയാണ്. എല്ലാവരും പ്രകാശം കണ്ടിട്ട് എവിടെ നിന്നാണ് റബ്ബേ ഈ പ്രകാശം അടിക്കുന്നത്, എവിടെ നിന്നാണ്? ആ പ്രകാശം കാണുന്ന പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്തേക്ക് ചെല്ലുമ്പോൾ ഖബറ് രണ്ടായി പിളർന്നിരിക്കുകയാ. പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമല്ലോ. ഉമർ തങ്ങൾ ഒരിക്കൽ കമ്പോളത്തിലൂടെ നടന്നു പോവുകയാണ്. ഉമർ തങ്ങളുടെ കമ്പോളത്തിലൂടെ നടന്നു പോകുമ്പോ ഒരു വാപ്പയെയും മകനെയും കാണുകയാ, ഒരു പാനയും മകനെയും കാണുകയാ. രണ്ടുപേരും വരച്ചു വെച്ചതുപോലെ ഇരിക്കുകയാണ്. കാക്കയും കാക്കയുടെ കുഞ്ഞിനെ പോലെ. കാക്കയും കാക്കയുടെ കുഞ്ഞും എങ്ങനെയാണോ ഇതുപോലെ വരച്ചു വെച്ചതുപോലെ വാപ്പയും മകനും നിൽക്കുകയാണ്. പടച്ചവരെ, എവിടെ പോയാലും വാപ്പയും മകനും ഒരുമിച്ചാണ് നടക്കുന്നത്. രണ്ടുപേരും പരസ്പരം വല്ലാത്ത സ്നേഹമാ, പരസ്പരം വല്ലാത്ത സ്നേഹമാ. എവിടെ പോകുമ്പോഴും ഈ മകൻ വാപ്പയുടെ കൈപിടിച്ചാണ് നടക്കുന്നത്. പടച്ചവനെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ തന്റെ പിതാവിനെ കണ്ടപ്പോ, ആ പിതാവിനോട് തന്റെ മകനെ കുറിച്ച് ചോദിച്ചപ്പോ ആ പിതാവ് പറയുന്നു, തങ്ങളെ, ഇവനെ എങ്ങനെ കിട്ടിയതാണെന്നറിയോ? മകനെ എങ്ങനെ കിട്ടിയതാണെന്നറിയോ? അല്ലാഹു എനിക്ക് എങ്ങനെ തന്നതാണെന്നറിയോ? നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്കടോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങളോട് ആ പിതാവ് പറയുകയാണ്, ഈ മകനെ എനിക്ക് എങ്ങനെ കിട്ടിയതാണെന്നറിയോ? പടച്ചവനെ, ആ മനുഷ്യന് അതാ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോ തന്റെ ഭാര്യ ഗർഭിണിയാണ്, തന്റെ ഭാര്യ ഗർഭിണിയാണ്. അല്ലാഹുവേ, ആ മനുഷ്യൻ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഗർഭിണിയായ ഭാര്യയുടെ വയറ്റിൽ ഇങ്ങനെ കൈവെക്കുകയാ. ഭാര്യയുടെ വയറ്റിൽ ഇങ്ങനെ കൈവച്ചിട്ട് ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാ, എന്റെ ഭാര്യ ഗർഭിണിയാണ് റബ്ബേ, എന്റെ ഭാര്യ ഗർഭിണിയാണ് റബ്ബേ. ഈ കുഞ്ഞിനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു തമ്പുരാനെ, ഈ കുഞ്ഞിനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു പടച്ചവനെ. അല്ലാ, ഈ കുഞ്ഞിനെ എനിക്ക് നീ തിരിച്ചു തരണേ അല്ലാ. ഒരു ന്യൂനത പോലും പറ്റാതെ ഈ കുഞ്ഞിനെ നീ എനിക്ക് തരണം പടച്ചവന്. തവക്കൽതു അലല്ലാഹ്. ഭാര്യയുടെ വയറ്റിൽ കൈവച്ചിട്ടാ ഭർത്താവ് പറയുകയാണ്, ഭാര്യയോട് സലാം പറഞ്ഞിറങ്ങി പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ദിവസങ്ങൾ കഴിഞ്ഞു. ഈ മനുഷ്യൻ തിരിച്ചു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. ആ മനുഷ്യൻ തിരിച്ചു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെട്ടു. അല്ലാഹുവേ, മയ്യത്ത് കുളിപ്പിച്ചു കൊണ്ടുപോയി കബറടക്കുകയാ. വൈകുന്നേര സമയത്താണ് കബറടക്കുന്നത്, വൈകുന്നേര സമയത്താണ് കബറടക്കുന്നത്. അങ്ങനെ കബറടക്കിയിട്ട് എല്ലാവരും പിരിഞ്ഞുപോയി. കുറച്ചു സമയം കഴിയുമ്പോ പള്ളിക്കാട്ടിലൊരു വെളിച്ചം കാണുകയാണ്, പള്ളിക്കാട്ടിലൊരു പ്രകാശം കാണുകയാണ്. എല്ലാവരും പ്രകാശം കണ്ടിട്ട് എവിടെ നിന്നാണ് റബ്ബേ ഈ പ്രകാശം അടിക്കുന്നത്, എവിടെ നിന്നാണ്? ആ പ്രകാശം കാണുന്ന പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്തേക്ക് ചെല്ലുമ്പോൾ ഖബറ് രണ്ടായി പിളർന്നിരിക്കുകയാ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കുമ്പോ പള്ളിപ്പറമ്പിൽ ഒരു ഖബറിനകത്ത് നിന്ന് വെളിച്ചം കാണുന്നു. ജനങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോ ഖബർ പിളർന്നിരിക്കുന്നു. ആ ഖബറിനകത്ത് കിടന്നൊരു കുഞ്ഞിങ്ങനെ കരയുന്നുണ്ട്. ആ ഖബറിനകത്ത് കിടന്നു കുഞ്ഞിങ്ങനെ കരയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞിനെ വാരിയെടുത്തു. ആ കുഞ്ഞ് ആ ഗർഭിണിയായ പെണ്ണിന്റെ കുഞ്ഞായിരുന്നു. ചരിത്രം പറയുന്നു, ആ മനുഷ്യനോട് ആ കുഞ്ഞിനെ കിട്ടിയപ്പോ ആകാശത്ത് നിന്ന് ശരീരം കേൾക്കുകയാ, ഏ മനുഷ്യ, നീ നിന്റെ കുഞ്ഞിനെ അള്ളാനെ ഏൽപ്പിച്ചു. ആ ഭാര്യയെ കൂടെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ രണ്ടും നിനക്ക് ജീവനോടെ തിരിച്ചു തരുമായിരുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആ മനുഷ്യൻ തന്റെ ഭാര്യയുടെ വയറ്റിൽ കൈവച്ചിട്ട് പറഞ്ഞു, പടച്ചോനെ, ഈ കുഞ്ഞിനെ നിന്നെ ഏൽപ്പിക്കുന്നു, നീ നോക്കണം, എനിക്ക് തിരിച്ചു തരണം. ഭാര്യയുടെ കാര്യം പറഞ്ഞില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് കാര്യവും അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നവരാകണം. തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു സ്വഭാവം അത് വണ്ടിയുടെ പുറകിൽ എഴുതി വെക്കാനുള്ള സ്റ്റിക്കർ അല്ല സഹോദര. എന്റെ പ്രിയപ്പെട്ടവരെ, അവര് മനസ്സിലൊന്നും ചിന്തിച്ചിട്ട് പറയുന്നതല്ല. അവരത് പറയുമ്പോൾ ഒന്നും ചിന്തിച്ചിട്ട് നശിച്ചു പോകണമെന്ന ആഗ്രഹത്തോടെ പറയുന്നതല്ല. അവരിങ്ങനെ പറയുന്നതാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, തെളിവ് ചോദിക്കുന്നവരുണ്ടല്ലോ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും പടച്ചവനെ മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ്. മദീനയിലേക്ക് പോകുമ്പോ ജുഹഫ് എന്ന് പറയുന്ന സ്ഥലമെത്തി. ജുഹഫ് എന്ന് പറയുന്ന സ്ഥലമെത്തിയപ്പോ നബിതങ്ങളും സ്വഹാബത്തും റെസ്റ്റ് എടുക്കുകയാണ്. നബിതങ്ങളും സ്വഹാബത്തും റെസ്റ്റ് എടുക്കുകയാണ്. പടച്ച റബ്ബേ, അങ്ങനെ റെസ്റ്റ് എടുക്കുമ്പോ മഹാനായ സഹൽ റളിയല്ലാഹു തആല അൻഹു, സഹൽ എന്ന് പറയുന്ന അതാ ചെറുപ്പക്കാരനായ സ്വഹാബിയുണ്ടല്ലോ, അവിടത്തെ കമീസ് ഊരുകയാ. അവിടത്തെ കമീസ് ഊരുകയാ. കമീസ് ഇങ്ങനെ ഊരിയപ്പോ മഹാനായ ആമിർ റളിയല്ലാഹു തആല അൻഹു, ആമിർ എന്ന് പറയുന്ന സഹാബിയുണ്ടല്ലോ, പടച്ചവരെ, സഹൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം കണ്ടപ്പോ, ആ ബോഡി കണ്ടപ്പോ, ആ നിറം കണ്ടപ്പോ ആമിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വല്ലാഹി മാ റഅയ്തു. മഹാനവടെന്ന് പറയുകയാണ്, ആമിർ തങ്ങൾ പറയുന്നു, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഇതുപോലെ ഒരു മനുഷ്യര്, ഇതുപോലെ ഒരു ശരീരം ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. സഹൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ നിറം കണ്ടപ്പോ, ആ ബോഡി കണ്ടപ്പോ, ഖമീസ് ഊരിയിട്ട് നിൽക്കുന്ന സഹൽ തങ്ങളെ കണ്ടപ്പോ ആമിർ തങ്ങൾ പറഞ്ഞു, വല്ലാഹി അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഇതുപോലെ ഒരു ശരീരം, ഇതുപോലെ ഒരു ശരീരം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആമിർ പറഞ്ഞു തീരുമ്പോ സഹൽ റളിയല്ലാഹു തആല അൻഹു നിന്ന നിപ്പിന് താഴെ വീഴുകയാണ്. നിന്ന നിപ്പിന് താഴെ വീഴുകയാണ്. സ്വഹാബത്ത് ഓടി ചെന്നു. എന്താണ് സംഭവം എന്നറിയില്ല. ബോധം കെട്ട് താഴെ വീണ സഹൽ റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് എടുത്തു കൊണ്ടുപോവുകയാണ്. നബി തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുപോയടോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, നിന്ന നിപ്പിന് വീണതാണ് നബിയേ, നിന്ന നിപ്പിന് വീണതാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സഹാബ? നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആമിർ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു നബിയേ, ആമിർ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആമിറേ, നീ നിന്റെ കൂടപ്പിറപ്പിനെ കൊല്ലാൻ നോക്കുകയാണോ? നീ നിന്റെ കൂടപ്പിറപ്പിനെ കൊല്ലാൻ നോക്കുകയാണോ? നബി തങ്ങളുടെ മറുപടിയായിരുന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വെള്ളം ഓതുകയാണ്. ആമിർ തങ്ങളെ പടച്ചവനെ സഹൽ തങ്ങളുടെ മുഖത്തൊടിക്കുകയാണ്. അപ്പോഴാണ് അവിടുന്ന് ബോധം തിരിച്ചു വന്നതെന്ന് ചരിത്രം അവിടുന്ന് പഠിപ്പിക്കുമ്പോ, മക്കളെ സൂക്ഷിക്കേണ്ട ഒരുപാട് കാര്യമുണ്ടല്ലോ. കണ്ണീരെന്ന് പറയുന്നത് സത്യമാണോ? പടച്ചവനെ അത്ഭുതത്തിന്റെ കണ്ണ്, അത്ഭുതത്തിന്റെ കണ്ണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ കണ്ണ് ഏതെന്നറിയുമോ? ഐനുൽ ഖാതില, കൊന്നുകളയുന്ന കണ്ണാടോ, കൊന്നുകളയുന്ന കണ്ണാടോ. എന്റെ
പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എല്ലാവരും സ്റ്റാറ്റസിന്റെ കാലമാണല്ലോ, സ്റ്റാറ്റസ് ഇടുന്ന കാലമാണല്ലോ. വീട് വെക്കുമ്പോ പടച്ചവനെ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ചോദിക്കട്ടെ, നിന്റെ മക്കള് 10ാം ക്ലാസ്സിൽ A+ വാങ്ങിച്ചു, അത് നല്ല കാര്യമാണ്, നിന്റെ മക്കളുടെ സൗഭാഗ്യമാണ്, നിന്റെ മക്കള് കഴിവുള്ളവരാണ്. എന്തിനാ മക്കളെ സ്റ്റാറ്റസ് ഇടുന്നത്, നാട്ടുകാരോട് കാണിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, റോഡിലൂടെ നടന്നു പോകുമ്പോ നിന്റെ പൊന്നാര മകളുടെ ഫ്ലെക്സ് കാണുമ്പോ മകളോട് പറയുന്നു, ഇതുപോലെ എന്തൊരു ബുദ്ധിയാണ്, ഇവളെ കണ്ടുപഠിക്ക്. പടച്ചവനെ, പോകുന്നവരും വരുന്നവരും പറയുകയാണ്, എന്തൊരവസ്ഥയാടോ. പിന്നെ മക്കൾക്ക് പടച്ചവനെ അങ്ങനെ നടക്കുന്നവരുണ്ടോ? അല്ലാഹുവേ, നല്ല കാര്യമാണ്. പള്ളിയിൽ ഇതുപോലെ ഉറൂസ് കടന്നു വരുമ്പോ, നല്ല നല്ല വാദിന്റെ മജ്‌ലിസുകൾ കടന്നു വരുമ്പോ അതാ അങ്ങനെയുള്ള മക്കളെ ആദരിക്കാറുണ്ട്. അതൊക്കെ വേറെ കാര്യം. പടച്ചവനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതും ഇങ്ങനെ ചെയ്യുന്നതും തെറ്റാടോ? അതിലൂടെ നിന്റെ മക്കൾക്ക് ഭവിഷ്യത്ത് കടന്നു വരികയാണ്, നാശം കടന്നു വരികയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, കണ്ണീരെന്ന് പറയുന്നത് നിസ്സാരമല്ല, കണ്ണീരെന്ന് പറയുന്നത് നിസ്സാരമല്ല. അതുകൊണ്ടാണ് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നബി തങ്ങളുടെ പൊന്നാര മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ, ഹസനും ഹുസൈനും എന്ന് പറയുന്ന 2 മക്കളുണ്ടല്ലോ, ഫാത്തിമയുടെ മക്കളാണല്ലോ. ഹസനും ഹുസൈനും വല്ലാത്ത സൗന്ദര്യമാ. റസൂലിന്റെ കൊച്ചുമക്കളായ ഹസനും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ, 2 മക്കളെയും പുറത്തു വിടുമ്പോ നബി തങ്ങൾ ഒരു ദുആ പഠിപ്പിച്ചു കൊടുത്തു. ഫാത്തിമയ്ക്ക് ഒരു ദുആ പഠിപ്പിച്ചു കൊടുത്തു. തന്റെ മക്കളുടെ തലയിൽ ആ ദുആ ചെയ്തു ഊതുമായിരുന്നു, തന്റെ മക്കളെ മന്ദിക്കുമായിരുന്നു. പടച്ചവനെ, തന്റെ മക്കളുടെ തലയിൽ ഈ ദുആ ചെയ്തിട്ട് ഫാത്തിമ ബീവി ഊതുമായിരുന്നു. എന്നിട്ടാണ് മക്കളെ പുറത്തു വിടുന്നത്. എന്റെ മാതാപിതാക്കളോട് പറയുകയാണ്, അല്ലാഹു നൽകിയ നമ്മുടെ മക്കളെ പുറത്തേക്ക് വിടുമ്പോ ഈ ദുആ ഊതിയിട്ട് വേണം പുറത്തു വിടാൻ. ആ ദുആ ആര് പഠിപ്പിച്ചതാണെന്നറിയോ? ആ ദുആ ആര് പഠിപ്പിച്ചതാണെന്നറിയോ? ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം യാക്കൂബ് നബി അലൈഹിസ്സലാമിന് പറഞ്ഞു കൊടുത്ത ദുആയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, ഇതൊന്നും വെറുതെയല്ലടോ, ഇതൊന്നും വെറുതെയല്ലടോ, നിസ്സാരമാക്കേണ്ട കാര്യമല്ലടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മക്കളെ കൊട്ടാരത്തിലേക്ക് രണ്ടാമത് പറഞ്ഞു വിടുമ്പോ അവിടുന്ന് കൊടുത്ത ഉപദേശം ഇതാണ്, അവിടുന്ന് കൊടുത്ത ഉപദേശം ഇതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, യാക്കൂബ് നബി പഠിപ്പിച്ച 5ാമത്തെ ഉപദേശം എന്തെന്നറിയോ? അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തടോ. തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ്. അല്ലാഹുവിനെ പരമേൽപ്പിക്കാൻ, ഏത് കാര്യവും അല്ലാഹുവിനെ പരമേൽപ്പിക്കാൻ യാക്കൂബ് നബി തന്റെ പൊന്നാര മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. റബ്ബേ, യൂസുഫ് എന്ന് പറയുന്ന ചെറിയ മകനെ ചെറിയ പ്രായത്തിലാണ് നഷ്ടപ്പെടുന്നത്. അല്ലാഹുവേ, തന്റെ പൊന്നാര മകന് മരിച്ചുപോയെന്ന കൂടപ്പറപ്പുകൾ പറയുമ്പോ യാക്കൂബ് നബി വിശ്വസിച്ചില്ല. തന്റെ പൊന്നാര മകനെ തെരഞ്ഞു വിടുകയാണ്. കൂടപ്പറപ്പുകളോട് പറയുന്നു, ജനങ്ങൾ കൂടുന്ന സ്ഥലത്ത് പോകാൻ, യൂസുഫിനെ തെരയാറ്, യൂസുഫിനെ തെരയാറ്. പടച്ചവരെ, യൂസുഫ് എന്ന് പറയുന്ന ഒരു ചിന്തയിലാണ്. അല്ലാഹുവേ, തന്റെ പൊന്നാര മകൻ എന്തായാലും അല്ലാഹു തിരിച്ചു തരുമെന്ന് യാക്കൂബ് നബിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവർ, അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല യാക്കൂബ് നബി അലൈഹിസ്സലാം അതാ യൂസുഫ് എന്ന് പറയുന്ന മകനെയും അധികാരവും എല്ലാം തിരിച്ചു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ എല്ലാവർക്കും തവക്കൽതു അലല്ലാഹ് എന്ന് പറയാൻ കഴിയില്ല. ഞാൻ എന്തിനാണ് ഇത് പറയുന്നതെന്നറിയോ? പടച്ചവനെ, ചില മാതാപിതാക്കള് മക്കള് കുരുത്തക്കേട് കാണിച്ചാൽ, അവൻ മോശമായ
സ്വഭാവമുള്ളവനായാൽ പിന്നെ അവനെ എഴുതിത്തള്ളുകയാണ്. വാപ്പ പറയുന്നു, ഞാനിനി അവനോട് മിണ്ടുകയില്ല, അവന്റെ കാര്യം എന്നോട് പറയരുത് എന്ന് പറഞ്ഞ് എഴുതിത്തള്ളുകയാണ്. അങ്ങനെ എഴുതിത്തള്ളരുത് വാപ്പാ. എന്റെ ഉപ്പയോട് പറയുകയാണ്, വാപ്പാ നിന്റെ മക്കളെ നീ എഴുതിത്തള്ളരുത്, അവനെ നന്നാക്കാൻ നോക്ക്, അവനെ നന്നാക്കാൻ പരിശ്രമിക്ക്. ഉമ്മാ ഒരിക്കലും നീ നന്നാകില്ലടാ എന്ന് പറഞ്ഞ് ശപിക്കലല്ല, അവനെ പ്രാകലല്ല. അല്ലാഹുവേ നിന്റെ നാവ് കൊണ്ട് നീ അവന് വേണ്ടി ദുആ ചെയ്യ്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവേ ഒരിക്കലും നിങ്ങളുടെ മക്കളെ നിങ്ങൾ എഴുതിത്തള്ളാൻ പാടില്ല. അവൻ നന്നാകും ബാപ്പാ, അവനെ നന്നാക്കാൻ നിങ്ങൾ പരിശ്രമിക്ക്. നിന്റെ പൊന്നുമോനും മുടി വളർത്തിയവനാണ്, കീറിയ പാൻറ് ധരിക്കുന്നവനാണ്. ആ കോലം നോക്കിയിട്ട് ഒരിക്കലും അവൻ വൃത്തികെട്ടവനാണെന്ന് നീ പറയരുത്. മുടി വളർത്തിയ മക്കളാണെങ്കിലും ഒരുപാട് നന്മ ചെയ്യുന്ന കുട്ടികളുണ്ടടോ, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മക്കളുണ്ടടോ. എല്ലാവരും മോശക്കാരല്ലടോ. എന്റെ മാതാപിതാക്കളോട് പറയുകയാ, അവൻ നന്നാകാൻ ദുആ ചെയ്യണേ, അവൻ നന്നാകാൻ ദുആ ചെയ്യണേ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു, ഫുളൈൽ തങ്ങളുടെ ചരിത്രം പഠിച്ചിട്ടുണ്ടോ? ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ലോകമറിയുന്ന പണ്ഡിതന് അല്ലാഹുവേ അലി എന്ന് പറയുന്ന ഒരു പൊന്നാര മകൻ ഉണ്ടായിരുന്നു. ഉമ്മമാരെ പറഞ്ഞാൽ അനുസരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ എഴുതിത്തള്ളുന്ന ഉമ്മ, അവൻ വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞ് എഴുതിത്തള്ളുന്ന വാപ്പാ, മക്കളെ നന്നാക്കാൻ ഒരു വഴി പറഞ്ഞു തരാ, മക്കളെ നന്നാക്കാൻ ഒരു വഴി പറഞ്ഞു തരാ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു, അലി എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു. അവനെ നന്നാക്കാൻ ഒരുപാട് പരിശ്രമിച്ചു, അവനെ നല്ലതുപോലെ പഠിപ്പിച്ചു, അറിവുകൾ പറഞ്ഞു കൊടുത്തു, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അവനെ നന്നാക്കാൻ ഒരുപാട് പരിശ്രമിച്ചു. പക്ഷേ അലി എന്ന് പറയുന്ന മകൻ നന്നാകുന്നില്ല, അനുസരിക്കുന്നില്ല. ലോകമറിയുന്ന പണ്ഡിതനാണ്. മഹാനവറുകളുടെ അലി എന്ന് പറയുന്ന മകനുണ്ടല്ലോ, ആ മകൻ അനുസരിക്കുന്നില്ല, നല്ല സ്വഭാവങ്ങളില്ല. പടച്ചവനെ അവന് മടിയാടോ, ഇബാദത്തുകൾ ചെയ്യാൻ അവന് വല്ലാത്ത മടിയാ. എത്ര പറഞ്ഞു നോക്കിയിട്ടും പന്റെ പൊന്നാര മകൻ നന്നാകുന്നില്ല. തങ്ങൾ അവന് വെറുത്തില്ല, തങ്ങൾ അവനെ വെറുത്തില്ല, അവനോട് മിണ്ടാതെ നടന്നില്ല. ഒരു ദിവസം തന്റെ പൊന്നാര മകനെ കൈപിടിച്ചുകൊണ്ട് കടന്നു വരികയാണ്. തന്റെ പൊന്നാര മകനെ വിളിച്ചുകൊണ്ട് വന്ന് നിസ്കാരപ്പായിലിരുത്തുകയാണ്. ഇവിടെ ഇരിക്കടാ എന്ന് പറഞ്ഞ് തന്റെ പൊന്നാര മകനെ കൊണ്ടുവന്ന് അടുത്തിരുത്തിയിട്ട് തങ്ങൾ അവിടെ നിന്ന് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞപ്പോ പടച്ചവനോട് പറയുന്നു, അല്ലാഹ് എന്റെ അലി എന്ന് പറയുന്ന ഈ പൊന്നുമോനെ ഞാൻ അറിവ് പഠിപ്പിച്ചു കൊടുത്തു പടച്ചവന്, ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു പടച്ചവന്, അവനെ നന്നാക്കാൻ ഞാൻ ഒരുപാട് പരിശ്രമിച്ചു പടച്ചവന്. പരാജയപ്പെട്ടു പോയി റബ്ബേ, പരാജയപ്പെട്ടു പോയി റബ്ബേ. എന്നിട്ട് ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പടച്ചവനോട് പറയുകയാ, തവക്കൽതു അലല്ലാഹ്, ഞാൻ ഇവനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു അല്ലാഹ്, ഇവനെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു അല്ലാഹ്, ഇവനെ നന്നാക്കണമല്ലാഹ്, ഇവനെ നീ നന്നാക്കി തരണമല്ലാഹ്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു അലി എന്ന് പറയുന്ന പൊന്നാര മകനെ കൊണ്ടുപോയി പടച്ച റബ്ബിനെ ഏൽപ്പിക്കുകയാണ്. ഇവനെ നീ നേരെയാക്കണം, ഇവനെ നീ നേരെയാക്കണം, അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞിടോ, ഫുളൈൽ ഇബ്നു ഇയാദിന്റെ അലിയാർ എന്ന് പറയുന്ന മകനുണ്ടല്ലോ, അവൻ ഖുർആൻ കേൾക്കുകയാ, അവൻ ഇങ്ങനെ ഖുർആൻ കേൾക്കുകയാ.
അള്ളാന്റെ ഖുർആൻ അവിടുന്ന് കേട്ട് കഴിഞ്ഞപ്പോ അവൻ അതിനൊരു ലഹരിയാവുകയാണ്. പിന്നെയും പിന്നെയും പാരായണം ചെയ്യുകയാണ്. പിന്നെ 24 മണിക്കൂറും ഖുർആനായി. അവൻ ഖുർആൻ പഠിക്കാൻ തുടങ്ങി, അവൻ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, വലിയ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ പറവകൾ പോലും പറന്നു വരുമായിരുന്നു. തങ്ങളുടെ അലി എന്ന് പറയുന്ന മകനുണ്ടല്ലോ, അവസാനം ഖുർആൻ ഓതിയിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞത്. ആ പൊന്നുമകൻ മരിക്കുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞത് എന്ന് ചരിത്രം പറയുമ്പോ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യ്. പടച്ച റബ്ബിനോട് നിന്റെ മക്കളെ നന്നാകാൻ ദുആ ചെയ്യ്. അവനെ പടച്ചവനെ ഏൽപ്പിക്ക്, അല്ലാഹു അവനെ നന്നാക്കി തരും. ബാപ്പാ, നിന്റെ ദുആയോളം വലിപ്പമുള്ള വേറെ ഒന്നുമില്ല. ഉമ്മമാരേ, നിന്റെ ദുആയോളം വലിപ്പമുള്ള വേറെ ഒരു ദുആ ഇല്ല ഉമ്മ. അതുകൊണ്ട് വാപ്പമാരോട് പറയുകയാ, അല്ലാഹുവിനെ കുറിച്ച് മക്കളോട് പറഞ്ഞു കൊടുക്ക്, അല്ലാഹ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്ക്. ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുന്ന കാലമാ, പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. സങ്കടമുണ്ടായ, സാമ്പത്തിക പ്രയാസമുണ്ടായ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലടോ. എന്നാൽ അല്ലാഹുവിനെ പരമേൽപ്പിക്ക്.